ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആ ഒരു പോസ്റ്റിൻ്റെ ഡിസിഷൻ കേരള PSC മേക്ക് ചെയ്തിട്ടുണ്ട്. സോ ബൈ ജൂൺ മിഡോടുകൂടി അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ജോബിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിനെ പറ്റി ഒരു ഓവർവ്യൂ നൽകാനും ദെൻ ലാസ്റ്റ് റിക്രൂട്ട്മെന്റ് ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ടു ദ സെഷൻ. സോ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ബൈ ജൂൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനു മുൻപ് എന്താണ് ഈ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ജോബ്, അതിൻ്റെ നേച്ചർ, അതെന്താണ് എന്നൊരു ഐഡിയ നൽകാൻ വേണ്ടിയാണ് ഈ ഒരു സെഷൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറിയാം, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കോറായിട്ട് ലഭിക്കുന്ന ഒന്നോ രണ്ടോ പോസ്റ്റുകളാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു 3 പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറൻ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഒരു ജോബ് പ്രൊഫൈൽ, എന്താണ് പ്രധാനമായിട്ട് അവർ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ തരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫേം ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഫേം സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പോ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ പെർമിറ്റ് എടുക്കാനും അതിൻ്റെ ഒരു അപ്രൂവലൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്തായിരിക്കും നിങ്ങൾ ചെയ്യാൻ അടുത്തൊരു അപ്രൂവൽ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ സേഫ്റ്റി, നിങ്ങളുടെ വയറിങ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ ഒരു സേഫ്റ്റി ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ നോക്കി പ്രോപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുക. ഇതാണ് ഫസ്റ്റായിട്ട് ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ പെർമിറ്റുകൾ ഇഷ്യൂ ചെയ്യുക. ദെൻ ഇപ്പം നിങ്ങളിപ്പോൾ കോഴിക്കോട് ആക്സിഡൻറ്റ് നടന്നു, ഒരു ഫയർ ഇൻസിഡൻറ്റ് നടക്കുകയുണ്ടായി അല്ലേ. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ, അവിടുത്തെ വയറിങ്ങിനെ പറ്റിയും അതിൻ്റെ ആ ഒരു സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ, മോർ ദാൻ ഒരു KCBയെക്കാളും ഒരു സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിനെപ്പറ്റി സ്റ്റഡീസ് നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ പെർമിറ്റുകൾ ഇഷ്യൂ ചെയ്യുക, ദെൻ ലൈസൻസിങ് ഒക്കെ ഇഷ്യൂ ചെയ്യുക. അങ്ങനെ ഒരു മോർ ഇൻടു ഒരു അപ്രൂവിങ് അതോറിറ്റി ആയിട്ടാണ് ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ പറയുന്ന നമുക്ക് ഒരുപാട് റെഗുലേഷൻസും കാര്യങ്ങളും വരുന്നത്, നമ്മുടെ ഇലക്ട്രിക്കൽ സെഷൻസ് പറയുകയാണെങ്കിൽ ഒരുപാട് റെഗുലേഷൻസ്, റൂൾസ്, കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് നോക്കുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ, ഫേംസ് ആണെങ്കിലും ശരി, ബാക്കി സ്ഥാപനങ്ങളാണെങ്കിലും ശരി, ഇതെല്ലാം നോംസ് എല്ലാം പ്രോപ്പർലി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ആ ഒരു റെഗുലേഷൻസിൽ നിന്നുകൊണ്ടാണോ ഇതെല്ലാം ആക്ട് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഒരു പെർമിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഗൈഡ് ലൈൻസ് എല്ലാം ഫോളോ ചെയ്തിട്ടാണോ നൽകുന്നത്, അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എൻഷുർ ചെയ്യേണ്ട ഒരു ഗവൺമെൻറ് അതോറിറ്റിയാണ് ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓൾസോ നമുക്ക് എനർജി ടെസ്റ്റിങ്സ്, എനർജി ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെയെല്ലാം കാലിബ്രേഷൻ ചെയ്യുന്നത് കറക്റ്റാണോ, അതിൻ്റെയൊക്കെ പ്രോപ്പറായിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ, അത് സേഫ്റ്റി റൂൾസ് എല്ലാം അസോസിയേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അതിൻ്റെ ടെസ്റ്റിംഗ് എല്ലാം നടത്തുന്നത്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള വിങ്ങുകളാണ് ടെക്നിക്കലി ആ പറയുന്ന മീറ്റേഴ്സിൻ്റെ കാര്യങ്ങളും ടെസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസ്പെക്ഷൻസും കാര്യങ്ങളും പെർമിഷൻസ് കൊടുക്കുക, ഇതെല്ലാമാണ് പ്രധാനമായിട്ടും ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്ന സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ നടന്നു വരുന്ന ആക്ടിവിറ്റീസ് എല്ലാം. അപ്പോൾ ഒരു അപ്രൂവിങ് അതോറിറ്റി, ഒരു പവർ ഉള്ള ഒരു അതോറിറ്റിയാണ് ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്ന അതോറിറ്റി. ഡിസ്ട്രിക്ട് വൈസ് ഒരു ചീഫ് ഓഫീസറിന് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് ഓരോ ഓഫീസുകൾ, എല്ലാ ഡിസ്ട്രിക്ട്സിലും ഓഫീസും അവൈലബിൾ ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ. അപ്പോൾ ഇവരാണ് ഒരു അപ്പീലിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പവർഫുൾ അതോറിറ്റി. ഒരു ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ കീഴിൽ വരുമ്പോൾ ഒരു അപ്രൂവൽ പ്രൊവൈഡ് ചെയ്യുന്ന, പെർമിഷൻസ് ഗ്രാൻറ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് ഈ പറയുന്ന
നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്ന അതോറിറ്റി. അതിൻ്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ, ടെക്നിക്കലായിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു എൻട്രി കേഡറായിട്ട് വരുന്നത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു ലെവലാണ് ഒരു ടെക്നിക്കലായിട്ട് എൻട്രി വരുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് കമ്മിങ് മന്ത്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ്ലി അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വരുന്നുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസ്ട്രിക്ട് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേഡർ വരുന്നത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണ് വരുന്നത്. അതിന് തൊട്ട് മുകളിൽ വരുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ്. ഈ അസിസ്റ്റന്റ് AEയുടെ തൊട്ട് മുകളിൽ വരുന്നത് ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വരുന്നുണ്ട്. ദെൻ ഓൾ ദ ഹെഡ് ആയിട്ട് വരുന്നത് ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു ഹെഡാണ്, ഒരു അതോറിറ്റിയാണ് ടോട്ടൽ ഹെഡായിട്ട് വരുന്നത്. ദെൻ ചീഫ് ഓഫീസിലോട്ട് നോക്കുകയാണെങ്കിൽ അഡീഷണൽ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആൻഡ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. ഇതാണ് നമ്മുടെ ഒരു ടെക്നിക്കൽ വൈസ് നോക്കുമ്പോൾ ഈ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. സോ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വരുന്നുണ്ട്, ദെൻ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വരുന്നുണ്ട്, ദെൻ ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ദെൻ അഡീഷണൽ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആൻഡ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. സോ ഇപ്പോൾ ഒരു 2022 മുതലുള്ള കാൻഡിഡേറ്റ്സിനെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ പോസ്റ്റ് വരെ എത്താനുള്ള ഒരു സ്കോപ്പ് നിങ്ങൾക്ക് നിലവിൽ ഉണ്ട്. സോ ഇപ്പോൾ ഒരു 23, 24, 25 വയസ്സുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ഇപ്പോൾ എക്സാംസിന് എഴുതാൻ അവൈലബിൾ ആണ്. ബിടെക് കഴിഞ്ഞ കുട്ടികൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ പോസ്റ്റിലേക്ക്, നിങ്ങൾ റിട്ടയർമെന്റ് ആവുന്ന ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും ഒരു ഹയർ അതോറിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി നമുക്കിപ്പം ഓപ്പൺ ആയിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ് അല്ലേ. സോ നിങ്ങളിപ്പോൾ കയറുക അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പാക്കേജ് ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു അത്യാവശ്യം നല്ലൊരു പാക്കേജ് തന്നെ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുകയും ചെയ്യും. സോ ഒരു ഫ്രഷർ, ഒരു 22 to 25 വരെയുള്ള കാൻഡിഡേറ്റ്സ് നിലവിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 25 പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും, മേ ബി ബിക്കോസ് റിസൾട്ട് വരില്ല. സോ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് ഈ പറയുന്ന 24 ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, 23 and 22 എന്ന് പറയുന്നത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഒരു 22, 23, 24 ഇയേഴ്സ് ഉള്ള ഒരു കാൻഡിഡേറ്റ്സിന് ഒരു കോർ സെക്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക്, ഒരു കോർ സെക്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ MTech ചെയ്യുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം ബിടെക് ക്വാളിഫൈഡ് ആയിരിക്കും. ഇതിൻ്റെ ഈ ഒരു പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നതും തന്നെ ഒരു ബിടെക് ആണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനും വരുന്നത്. സോ ഇപ്പോൾ ഇഫ് യു ആർ ഡൂയിങ് MTech, നിങ്ങൾക്ക് സബ്ജക്ട് നോളജ്, ഇപ്പോൾ സബ്ജക്റ്റുമായിട്ട് ടച്ച് ആയിട്ടിരിക്കുന്ന കുട്ടികളാണ് ഉള്ളത്. സോ ഈ ഒരു PG ആൻഡ് UG കഴിഞ്ഞ കുട്ടികൾക്ക്, PG ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, UG കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് കറൻ്റ്ലി ഈ ഒരു AEയുടെ കേസ് വരുന്നത്. ആൻഡ് ഓൾറെഡി നമുക്ക് അപ്കമിങ് എക്സാംസിനെ പറ്റി, നോട്ടിഫിക്കേഷൻസിനെ പറ്റിയൊക്കെ നമ്മൾ വേറൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ആ ഒരു വീഡിയോ നിങ്ങൾ റെഫർ ചെയ്യുക, കാരണം അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിലവിൽ വരുന്നുണ്ട്. സോ കമ്മിങ് ബാക്ക് ടു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ഇതാണ് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റുന്നത്. ആൻഡ് പെട്ടെന്ന് ഇനി പ്രീവിയസ് ഒരു റിക്രൂട്ട്മെന്റിനെ പറ്റി നമുക്കൊന്ന് പറയാം. ലാസ്റ്റ്ലി നടന്ന 2020 ലാസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അതിനു മുൻപ് വന്നത് 2013 or 14 കാലഘട്ടത്തിലാണ് ഇതിന് മുന്നേ ഉള്ള റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. സോ ലാസ്റ്റ് റിക്രൂട്ട്മെന്റ് 20 നടന്നത്. അതിൻ്റെ വേക്കൻസീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ക്വാളിഫിക്കേഷൻ പറഞ്ഞത് ഡിഗ്രി ആയിരുന്നു, ഡിഗ്രി ഇൻ ഇലക്ട്രിക്കലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പേ സ്കെയിൽ 39,500 to 83,000 പേ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അതിനകത്ത് ഒരുപാട് പേര് കയറിയിട്ടുണ്ട്, ആ ഒരു റിക്രൂട്ട്മെന്റിൽ കയറിയിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് കയ്യിൽ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 55 to 60,000 എമൗണ്ട് ആഫ്റ്റർ ഓൾ സേവിങ്സ് കഴിഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് ലഭിക്കുന്നതാണ്. ആൻഡ് ഇതായത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എഫക്റ്റീവായിട്ട് വന്നത് ഓഗസ്റ്റ് 2023 വന്നത് റാങ്ക് ലിസ്റ്റ് വന്നത്. സോ അത് എക്സ്പയർഡ് ആവുക എന്ന് പറയുന്നത് 26 ഓഗസ്റ്റിൽ എക്സ്പയർഡ് ആവുന്നുണ്ട്. സോ ടോട്ടലി ഒരു 212 കാൻഡിഡേറ്റ്സ് അടങ്ങുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ 105 കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിലും 107 കാൻഡിഡേറ്റ്സ് ആൻഡ് സപ്ലിമെൻ്ററി
ലിസ്റ്റിലുമാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കട്ട് ഓഫ് വന്നിരുന്നത് 65, അറൌണ്ട് 65 മാർക്കാണ് ലാസ്റ്റ് ടൈം നമ്മുടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് റിട്ടേൺ എക്സാമിൻ്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 83.33, 83 മാർക്കാണ് റിട്ടേൺ എക്സാമിൻ്റെ മാക്സിമം മാർക്കായിട്ട് നമുക്ക് ലാസ്റ്റ് എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്ത് അപ് ടു മെയ് 5 വരെയുള്ള കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 33 അഡ്വൈസസ് ആണ് കറൻ്റ്ലി നമ്മൾ കേരള PSC പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ 33 അഡ്വൈസസ് അപ് ടു മെയ് വരെ കേരള PSC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് 2013 റിക്രൂട്ട്മെന്റ് എമൗണ്ട് 97 സംതിങ് അഡ്വൈസ് ലാസ്റ്റ് ടൈം 2013 10 ഇയേഴ്സ് ബാക്കിലുള്ള റിക്രൂട്ട്മെന്റ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ഓൾമോസ്റ്റ് 1 ഇയർ ആൻഡ് 2 മന്ത്സും കൂടെ നമുക്ക് ഈ കറൻ്റ്ലി ഉള്ള റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി വരുന്നുണ്ട്. സോ കറൻ്റ്ലി 33 ആണ് സ്റ്റാൻഡ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു നമുക്കൊരു 40 45 50 ബിലോ 50 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു 1 ഇയർ കൊണ്ട്. സോ ഒരു 33 ആണ് കറൻ്റ്ലി സ്റ്റാൻഡ് കിടക്കുന്നത്, ഈ ഒരു നമ്പർ ഓഫ് അഡ്വൈസസ് കിടക്കുന്നത്. ഒരു 50 വരെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി വേക്കൻസീസ് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. ഇനി റാങ്ക് ലിസ്റ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ 19 വരെ കൊടുത്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ. EWSൽ 101, EBTയിൽ 27 ആൻഡ് SC ആൻഡ് STയിൽ സപ്ലിമെൻ്ററിയിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് പോയിട്ടുണ്ട്. SCയിൽ സപ്ലിമെൻ്ററി ഫസ്റ്റ് റാങ്ക് വരെ നിലവിലെ ഒരു ട്രെൻഡ് ആണെങ്കിൽ അഡ്വൈസ് ഡീറ്റെയിൽസ് ആണെങ്കിൽ SC ആൻഡ് STയിൽ സപ്ലിമെൻ്ററി ഫസ്റ്റ് റാങ്കിൽ ആൾക്കാരെ എടുത്തിട്ടുണ്ട്. മുസ്ലിം ആൻഡ് 16 ആൻഡ് LC ആൻഡ് AIL 62 ആൻഡ് ബാക്കിയുള്ള കാറ്റഗറീസിലെല്ലാം സപ്ലിമെൻ്ററിയിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി 1 ആൻഡ് ദിസ് വൺ സപ്ലിമെൻ്ററി 1 ആൻഡ് ദിസ് വൺ സപ്ലിമെൻ്ററി. സോ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് നിലവിലെ ഒരു 33 അഡ്വൈസ് പോയിരിക്കുന്നത് വരെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ എടുത്തിട്ടുണ്ട്. ഒരു 1 ഇയർ വരെ വാലിഡിറ്റി ഉള്ള സ്ഥിതിക്ക് ഈ പറയുന്ന സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് തന്നെ ഒരു 2-3 ആൾക്കാർക്ക് വരെ ഒരു റിക്രൂട്ട്മെൻറ്റ് പോകാനൊരു സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു കറണ്ട് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്, അതിൻ്റെ ഒരു പെരുമാറ്റച്ചട്ടമൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒരു ട്രെൻഡ് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 50 പേരിനുള്ളിൽ ഒരു റിക്രൂട്ട്മെന്റ് നടത്താം. സപ്ലിമെന്ററിയിൽ ഒരു 3, 4, 5 റാങ്ക് വരെയുള്ള കാൻഡിഡേറ്റ്സിനെ ഒരു അഡ്വൈസ് കൊടുക്കാനുള്ള ഒരു കാര്യം കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ബാലൻസിങ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർ തന്നെ AEയിലുണ്ട്, സബിലുണ്ട്, AP-യിലും ഉണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോഴേക്കും ഇവിടെ NJD ആയിട്ട് വരുമോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് അങ്ങോട്ട് പോവോ എന്നൊക്കെ പറയുന്നത് അതൊരു കംപ്ലീറ്റ്ലി ഒരു ബാലൻസിങ് ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. സോ ഇതാണ് കറണ്ട് സ്റ്റാറ്റസ് വെച്ച് നോക്കുകയാണെങ്കിൽ 33 അഡ്വൈസസ് കറൻ്റ്ലി പോയിട്ടുണ്ട്. ഇതിൻ്റെ വാലിഡിറ്റി ഓൾമോസ്റ്റ് 26 ഓഗസ്റ്റ് വരെ ഇതിൻ്റെ വാലിഡിറ്റിയും ഉള്ള സ്ഥിതിക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കുറച്ച് കാൻഡിഡേറ്റ്സ് ഒക്കെ NJD ആയിട്ട് വരികയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 50-60 വരെയൊക്കെ ഒരു അഡ്വൈസ് വരെ പോകുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇറ്റ്സ് നത്തിങ് ഇൻ അവർ ഹാൻഡ്. സോ ഇതാണ് കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സോ പെട്ടെന്നൊന്ന് സിലബസിനെ പറ്റി ഒരു സിമ്പിൾ ഓവർവ്യൂ തരികയാണെങ്കിൽ ലാസ്റ്റ് എക്സാമിൻ്റെ ഓവർവ്യൂ അതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. AE ആണെങ്കിലും AP ആണെങ്കിലും അതിൻ്റെ ഒരു എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് AEIയുടെ എക്സാം പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ മാർക്ക് ഷെയറിംഗ് 10 മാർക്ക് വരുന്ന ഈക്വൽ മാർക്ക് ഷെയറിംഗ് ഉള്ള 10 മോഡ്യൂൾ ആയിരുന്നു ലാസ്റ്റ് ടൈം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മോസ്റ്റ് പ്രോബബിളി ആ ഒരു പാറ്റേൺ മാറാൻ സാധ്യതയുണ്ട്. എന്നാലും ആ ഒരു ട്രെൻഡ് എന്താ പറയുക സിലബസിനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ട്സ് ആയിരുന്നു ഫസ്റ്റ് മോഡ്യൂളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ മാഗ്നറ്റിക് സർക്യൂട്ട്സ് പറഞ്ഞു. ദെൻ DC ജനറേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീൻസിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ദെൻ പവർ സിസ്റ്റംസ്, ദെൻ കൺട്രോൾ സിസ്റ്റംസ്, ദെൻ പവർ ഇലക്ട്രോണിക്സ്, മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇങ്ങനെയുള്ള 10 മോഡ്യൂൾ ഈക്വൽ മാർക്ക് ഷെയറിംഗ് 10 മാർക്കിനുള്ള ഈക്വൽ മാർക്ക് ഷെയറിംഗ് ഉള്ള 10 മോഡ്യൂൾസ് ആയിരുന്നു ലാസ്റ്റ് ടൈം PSC ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മോസ്റ്റ് പ്രോബ്ലി റിവൈസ് ചെയ്യും. കാരണം മെഷീൻസിന് കുറച്ച് പ്രോമിനൻസ് കൊടുക്കും, ആൻഡ് പവർ സിസ്റ്റംസിന് കുറച്ച് പ്രോമിനൻസ് കൊടുക്കും, ആൻഡ് ഡിജിറ്റലിന് കുറച്ച് കുറയ്ക്കും, സിഗ്നൽസിന് കുറയ്ക്കും, ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ്, ഇല്യൂമിനേഷൻ,
എർത്തിങ് എന്നൊക്കെ പറഞ്ഞൊരു ഹ്യൂജ് മോഡ്യൂൾ ഉണ്ടാക്കി അതിനൊരു ഗുഡ് എമൗണ്ട് ഓഫ് ഷെയറിങ് കൊടുക്കും. ആൻഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ മോഡ്യൂൾ ആക്കി അതിനൊരു സർട്ടൺ മാർക്ക് ഷെയറിങ് എന്നൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ബട്ട് ലാസ്റ്റ് സിലബസിൽ ഈക്വൽ ആയിട്ടുള്ള 10 മാർക്സ് ആയിട്ടുള്ള 100 ഔട്ട് ഓഫ് 100ൽ ഈക്വൽ ഷെയറിംഗ് ആണ് ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്നത്. സോ ഇതായിരുന്നു ലാസ്റ്റ് റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ്, ലാസ്റ്റ് എക്സാമിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ജോബ് പ്രൊഫൈൽ. കറന്റ്ലി നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന് വേണ്ടിയുള്ള കോഴ്സ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സിലബസ് ബേസ് ആയിട്ടുള്ള ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലൈവ് സെഷൻസും, ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് സെഷൻസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ലൈവ് ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സസിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീടാണെങ്കിലും ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, Q&A സെഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ മോക്ക് ടെസ്റ്റ്, മോഡൽ എക്സാംസ് അപ് ടു എക്സാം, എന്നാണോ എക്സാം അത്രയും കാലയളവിൽ വരെ നമ്മൾ മോക്ക് എക്സാമും മോഡൽ എക്സാംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാംസ് ഒക്കെ ഇൻ ബിറ്റ്വീൻ വരികയാണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും, കാരണം അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എഗെയിൻ മെന്റർഷിപ്പ് ഫ്രം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണെങ്കിലും ശരി, റാങ്ക് ഹോൾഡേഴ്സ് ആണെങ്കിലും ശരി, അവരുടെയൊക്കെ ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെയുള്ള നിങ്ങൾക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിനെ പറ്റിയാണെങ്കിലും ശരി, സബ്ജക്റ്റിനെ പറ്റി ആണെങ്കിലും ശരി, എക്സാമിനെ പറ്റിയാണെങ്കിലും ശരി, എന്ത് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഗൂഗിൾ ഫോമിലാണെങ്കിലും നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ അക്കാഡമിയിലോട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും മാക്സിമം കോഴ്സസിൽ അറ്റൻഡ് ചെയ്യുക, മാക്സിമം സബ്ജക്റ്റ് കവറേജ് ചെയ്യുക, സിലബസ് കവറേജ് ചെയ്യുക, മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുക. സോ എല്ലാവർക്കും വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ഓൾമോസ്റ്റ് 6 to 8 മന്ത്സിനുള്ളിൽ എക്സാം കാണും. ബൈ നെക്സ്റ്റ് ഇയർ ഒരു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ കാലയളവിൽ ഒരു റാങ്ക് ലിസ്റ്റും നിലവിൽ വരുന്നതായിരിക്കും. സോ മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും ഒരു ബെസ്റ്റ് ഫ്യൂച്ചറിലേക്ക് എത്താനും ട്രൈ ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് താങ്ക് യു.